കള്ള് കുടിച്ചിട്ടില്ല. ഞാൻ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാറുമില്ല, കള്ള് കുടിക്കാറുമില്ല. സാറേ, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തന്നെ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഓട്ടം കിട്ടണില്ല. സംഭവം കഴിഞ്ഞ ദിവസം. പാവം ചേട്ടന്റെ അവസ്ഥ കണ്ടില്ലേ? ഫസ്മിന മാപ്പ് പറയണം. എനിക്ക് അവളും മാപ്പ് പറയണമെന്ന് എനിക്കുള്ളൂ. കാരണം വേറെ അല്ല അതിനകത്ത് പ്രശ്നം. കാരണം എന്നെ ഇങ്ങനെ ഇതുപോലെ ബുദ്ധിമുട്ടി വേറൊരാൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത്. ഇത് ഫസ്മിന സാക്കിർ, തൊപ്പിയുടെ പഴയ ഗേൾഫ്രണ്ട്. ഇവൾ ഒരു ഓട്ടോയിൽ കയറുന്നുണ്ട്. ഈ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. എന്നാൽ ഇപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് പറയുകയാണ് ഓട്ടോക്കാരൻ. ഞാൻ വെള്ളം കുടിച്ചെന്ന് തെളിയിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ 1 ലക്ഷം രൂപ എന്റെ വണ്ടിയെ ഞാൻ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞേക്കണ. ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? വെള്ളം അടിച്ചത് തെളിയിച്ചാൽ 1 ലക്ഷം രൂപയും ഓട്ടോയും തരാം. ഇതിലും വലിയ തെളിവ് എന്ത് വേണം? ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സുഡിയോടെ എടുക്കുന്നത്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം, സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വച്ചെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ഇവളെ വെറുതെ വിടരുത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. വീഡിയോയിൽ ഓട്ടോ ഡ്രൈവറോട് ഫസ്മിന ഒരു സ്ഥലത്ത് തന്നെ വിടാൻ പറയുന്നുണ്ട്. സുഡിയോയുടെ സമീപം വിടാൻ ഫസ്മിന പറയുന്നു. പാവം ചേട്ടന് സുഡിയോ എന്താണെന്ന് മനസ്സിലായില്ല. അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ റീച്ചിന് വേണ്ടി ഇമ്മാതിരി പരിപാടി ചെയ്യരുത്. ചില ആളുകളുടെ സംസാരം കേട്ടാൽ വെള്ളം അടിച്ചതായി തോന്നാം എന്ന് വിചാരിച്ച് കുടിയന്മാരല്ല. വെള്ളമടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളമടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാൾക്ക് ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം. എനിക്ക് BP, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാമുള്ള മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ? അതും കൂടി മനസ്സിലാക്കണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തരം സംഭവങ്ങൾ തടയാൻ എന്താണ് സാധിക്കുക? കമന്റുകളായി രേഖപ്പെടുത്തുക. എന്നിട്ട് പോലീസ് അന്വേഷിക്കണില്ലേ? ഒരു കാര്യമില്ല. നമ്മൾ ആരെങ്കിലും അവനെ പിടിച്ചു കൊടുത്താൽ അവർ കൊണ്ടുപോയി ജയിലിലിടും.